Good morning, everyone. At the meeting, for God's blessings. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, I would like to extend a warm welcome to all who have gathered here for this virtual farewell meeting. We have arranged this meeting former Yoyaki sir. Let us take this day to remember all the memories we have made together. Abhivandya Mathus Moore and Dimos Metropolita, the President of Dr. Reggie M.A., St. Thomas Arts and Science College, Professor P.K. Yoyaki sir, Principal of St. Thomas Arts and Science College, Vaidiga Trustee, Very Reverend Father Sleba Vattavelil Korepiscopa, Almaya Trustee Commander Shaji Chundeil, the Manager of Patrika Center, Father Varghese Tekekara Korepiscopa, Advocate Peter K. Arias, the Secretary of Tacobai Church, Mrs. Rekha Kevi, Head of the Department of Commerce, Mrs. Prajita Preman, Head of the Department of Land, teachers, non-teaching staff, and students. എല്ലാ വിശിഷ്ട വ്യക്തികളെയും എത്രയും ആദരവോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. First of all, I Tania P. Matthew, Assistant Professor, Department of Commerce, for delivering the welcome speech. Miss, please. ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പൽ, വിശിഷ്ട അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന മുൻ പ്രിൻസിപ്പൽ, മാനേജ്മെന്റ് ഭാരവാഹികളെ, ക്ഷണിക്കപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ കോളേജിന്റെ 2006 മുതൽ നീണ്ട 14 വർഷം കോളേജിനെ സ്നേഹിക്കുകയും സേവിക്കുകയും പ്രിൻസിപ്പലായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്ത പ്രൊഫസർ വി.കെ. യോയാക്കി സാറിന് സ്നേഹാദരങ്ങൾ സമർപ്പിക്കുന്ന ഈ ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇതിലേക്ക് ആദ്യമായി ഈ യോഗത്തിന്റെ അധ്യക്ഷനും കോളേജിന്റെ ഏതൊരു ഫംഗ്ഷനിലും പങ്കുചേർന്ന് നമ്മെ അനുഗ്രഹിച്ച് നല്ല സന്ദേശങ്ങൾ നൽകുന്ന അഭിവന്ദ്യ ഡോക്ടർ അന്തിമോസ് തിരുമേനിയെ ഈ യോഗത്തിലേക്ക് ഏറെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കോളേജിന്റെ പ്രിൻസിപ്പലായി സേവനം അനുഷ്ഠിക്കുന്ന, നമുക്ക് എല്ലാവിധ മാർഗനിർദ്ദേശവും നൽകുന്ന ഡോക്ടർ റെജി സാറിനെ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിശിഷ്ട അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് കോളേജിന്റെ മുൻ പ്രിൻസിപ്പലായ നമ്മുടെക്കെല്ലാം പ്രിയങ്കരനായ പ്രൊഫസർ വി.കെ. യോയാക്കി സാറാണ്. അദ്ദേഹത്തെയും കുടുംബത്തെയും വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇനിയുള്ള ജീവിതത്തിൽ ആയുസ്സും ആരോഗ്യവും സർവേശ്വരൻ അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ചടങ്ങിനെ അനുഗ്രഹിക്കാൻ എത്തിച്ചേർന്ന പാത്രിക സെന്ററിന്റെ മാനേജർ സ്ഥാനം അലങ്കരിക്കുന്ന വെരി റവറൻഡ് ഫാദർ വർഗീസ് തെക്കേക്കര കോറെപ്പിസ്കോപ്പയെ ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങിന്റെ മാറ്റുകൂട്ടാൻ എത്തിച്ചേർന്നിരിക്കുന്ന മാനേജ്മെന്റ് ഭാരവാഹികളായ വൈദിക ട്രസ്റ്റി റവറൻഡ് ഫാദർ സ്ലീബ പോൾ വട്ടവേലി, അൽമായ ട്രസ്റ്റി കമാൻഡർ ഷാജി ചൂണ്ടേൽ, സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് പീറ്റർ കെ ഏലിയാസ് എന്നിവരെയും ഏറെ സന്തോഷത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ഷണിക്കപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളെയും ഈ യോഗത്തിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ എല്ലാ സഹപ്രവർത്തകരെയും അതോടൊപ്പം പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഒപ്പം ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. Thank you, Miss. I feel extremely honored to invite His Grace Matthews Moore Antimos for the presidential address. മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സഭാ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സെന്റ് തോമസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ ഡോക്ടർ രവി സർ, സഭയുടെ ഭാരവാഹികൾ, വൈദിക ട്രസ്റ്റി, അൽമായ ട്രസ്റ്റി, കമാൻഡർ പി.കെ. ഷാജി സുന്ദരൻ, പത്രികാ സെന്ററിന്റെ നാലുക സ്ഥാനം വഹിക്കുന്ന വന്നിയ തെക്കക്കര വർഗീസ് ഓഫീസർ മാർച്ചും, ഇന്ന് നാം എല്ലാവരും ആദരിക്കുന്ന ബഹുമാനപ്പെട്ട സർ, അതുപോലെ സർ, ഈ അനുഗ്രഹിക്കുന്ന കലാലയത്തിലെ അധ്യാപക ശ്രേഷ്ഠർ, വിദ്യാർത്ഥികൾ, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നിരിക്കുന്ന ഏവരും. പള്ളിക്കൂടങ്ങൾ എന്ന് നാം കേട്ടിട്ടുണ്ട്. ചരിത്രകാലത്ത് തന്നെ വിദ്യാഭ്യാസത്തിന് ഒട്ടനവധി പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്ഥാപനങ്ങൾ ക്രൈസ്തവ സഭയുടേതായിട്ട് ഉയർന്നു. പള്ളിയോട് ചേർന്നുള്ള വിദ്യാഭ്യാസ സ്ഥാപന അർത്ഥത്തിൽ പള്ളിക്കൂടങ്ങൾ എന്ന് അറിയപ്പെടുന്നു. പിന്നീട് സമൂഹം പുരോഗമിച്ചു. പുതിയ പുതിയ വിദ്യാഭ്യാസ തലങ്ങൾ രൂപീകൃതമായി. ആ പുതിയ തലങ്ങളും ക്രിസ്തീയ സഭകൾ സഹർഷം സ്വാഗതം ചെയ്യുകയും മാറി വരുന്ന ലോകക്രമത്തിന് അനുസൃതമായിട്ട് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് വന്നു. നമ്മുടെ സഭയും യാക്കോബായ സുറിയാനി സഭയും ഒത്തിരി ഇല്ലെങ്കിൽ പോലും ഉള്ള സ്ഥാപനങ്ങൾ അക്കാദമിക് രംഗങ്ങളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന മഹത് സ്ഥാപനങ്ങളായി വളർത്തിയത് ആ സ്ഥാപനങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന പ്രിൻസിപ്പൽമാരുടെയും അധ്യാപകരുടെയും വലിയ പങ്കുണ്ട് എന്നുള്ള കാര്യം സഭയ്ക്ക് വേണ്ടി വിനയത്തോടെ ഹൃദയത്തോടെ ഓർക്കുന്നു. അതിന് എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യും. ഇന്ന് പ്രത്യേകിച്ച് നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് സെന്റ് തോമസ് കോളേജിന്റെ ആരംഭം മുതൽ ഇന്ന് വരെയും 14 വർഷം ഈ കോളേജിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത് ഈ കോളേജ് സഭയുടെ ഒരു അനുഗ്രഹീത കലാലയമാക്കി തീർക്കുന്നതിൽ തന്റേതായ ശ്രേഷ്ഠമായ പങ്ക് നിർവഹിച്ച് റിട്ടയർ ചെയ്യുന്ന പ്രൊഫസർ യോയാക്കിം സാറിന് നന്ദി അർപ്പിക്കുവാനും ചെയ്ത സേവനങ്ങളെ ഓർക്കുവാനുമായിട്ടാണ് നാം ഇവിടെ കൂടി വന്നിരിക്കുന്നത്. മഹാത്മാഗാന്ധി പൊതുവാൻ പറഞ്ഞിട്ടുണ്ട്, ടീച്ചേഴ്സ് ആർ ദ ബെസ്റ്റ് ലെസൺസ്. നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ കഴിഞ്ഞാൽ നല്ല പാഠങ്ങൾ പഠിപ്പിക്കുന്ന നല്ല പുസ്തകങ്ങളാണ് അധ്യാപകർ. അതുകൊണ്ട് തന്നെ ആർഷഭാരത സംസ്കാരത്തിൽ നമുക്കറിയാം ഒരു വലിയ പ്രോവർബുണ്ട്, മാതാപിതാ ഗുരുദേവി. ദൈവികമായ ഛായ മാതാപിതാക്കൾക്കൊപ്പം നമ്മുടെ ഗുരുഭൂതന്മാർക്ക് വന്നു ചേരുന്നത് അവർ ഏറ്റെടുക്കുന്ന ആ വലിയ ശുശ്രൂഷയെ കാണിക്കുന്നു.
ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്ക് ഇന്നുവരെയും സമൂഹത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ സംസ്കാരത്തിൽ നിലനിന്നിരുന്ന അധ്യാപക വ്യക്തിത്വങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷയെ ഈ സമൂഹം എപ്പോഴും വളരെ ശ്രേഷ്ഠമായി കണ്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു ചിത്രം മനോരമ ന്യൂസിൽ വന്ന് ഞാൻ ശ്രദ്ധിക്കട്ടെ. IPS കൺഫർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് തന്നെ പഠിപ്പിച്ച ടീച്ചറിന്റെ കാൽ സാഷ്ടാംഗം തൊട്ട് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് മലയാള മനോരമ ന്യൂസിൽ ഞാൻ കാണുകയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, മൂല്യശോഷണങ്ങൾ ഏറെ ഉണ്ടെങ്കിൽ പോലും ഒരു അധ്യാപകന്റെ ശ്രേഷ്ഠമായ ജീവിതത്തിൽ നിന്നും നമ്മുടെ സമൂഹം വലിയ വില കൽപ്പിക്കുന്നുണ്ടെന്നുള്ള ഏറ്റവും വലിയ തെളിവാകുന്നു ആ ചിത്രം. ബഹുമാനപ്പെട്ട യോയാക്കിൻ സാർ ഈ സ്ഥാപനത്തെ നട്ട് നനച്ച് വളർത്തി. തീർച്ചയായിട്ടും അത് ഞങ്ങൾക്കേറെ അഭിമാനകരമാണ്. പ്രത്യേകിച്ചും സഭയുടെ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കോളേജ് എന്ന രീതിയിൽ ഇതിന്റെ വളർച്ചയിൽ പരിശുദ്ധ സഭ സന്തോഷിക്കുന്നു. സാറിന്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ശിഷ്ടജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യാക്കോബായ സുറിയാനി സഭയ്ക്ക് വേണ്ടി തോമസ് വേണ്ടി ഇന്നവിടെ എത്തിച്ചേരേണ്ടിയിരുന്ന എന്നാൽ അസൗകര്യത്താൽ വരാൻ സാധിക്കാത്ത നമ്മുടെ വേണ്ടിയും വിശുദ്ധ വേണ്ടിയും സഭയുടെ എല്ലാ പ്രസ്ഥാനത്തിനു വേണ്ടിയും ഏറ്റവും നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ പുതിയ പ്രിൻസിപ്പാളായിട്ട് ചാർജ് എടുത്ത ഒത്തിരി അധ്യാപക പാരമ്പര്യം ഉള്ള സാറാണ്. ഒപ്പം നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ് സാർ. തീർച്ചയായിട്ടും NPSയുടെ ഇപ്പോഴത്തെ ശുശ്രൂഷ എന്ന രീതിയിൽ ഞാൻ അത് അഭിമാനിക്കുന്നു. യോയാക്കിൻ സാർ തുടങ്ങി വെച്ച നല്ല പദ്ധതികളെല്ലാം സാറിന് പൂർത്തീകരിക്കുവാൻ, ഒപ്പം സാറിൻ്റെതായ കോൺട്രിബ്യൂഷൻ നൽകുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. Thank you. Now I welcome Dr. Reggie M.A., the principal of St. Thomas Arts and Science College, to deliver principal remarks. Sir, please. യോഗത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന വന്ദനായ അന്തിമോസ് തിരുമേനി, വിശിഷ്ടാതിഥി ഈ കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്ന എത്രയും ബഹുമാനപ്പെട്ട സർ, സഭ വൈദിക ട്രസ്റ്റി യുവാക്കളിലേക്കും പുറത്തെത്തുവാർക്കും, പത്രികാ സെന്ററിന്റെ പത്രികാ സെന്ററിന്റെ മാനേജരായിരിക്കുന്ന വർഗീസ് തെക്കേക്കനാൽ, സഭയുടെ അന്മായ ട്രസ്റ്റി കമാൻഡർ ഷാജി പുണ്ടേൽ, സ്ഥാപനങ്ങളുടെ എല്ലാ ഓഡിറ്ററായിരിക്കുന്ന വർഗീസ് സാറ്, എന്റെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, വളരെ ഗംഭീരമായ രീതിയിൽ നടത്താൻ നമ്മൾ തീരുമാനിച്ചിരുന്ന
ഒരു ചടങ്ങായിരുന്നു ഇത്. ജൂലൈ മാസത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ഡേറ്റ് തീരുമാനിച്ചു. എല്ലാവരെയും നമ്മൾ വിളിച്ച് ഇൻഫോം ചെയ്തു. വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ ഏരിയ കണ്ടെയ്ൻമെന്റ് സോണായിട്ട് പ്രഖ്യാപിച്ചു. ആ ചടങ്ങ് മാറ്റി വെക്കുന്നു. വീണ്ടും നമ്മൾ ആലോചനയിൽ കൊണ്ടുവന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം പത്രികാ സെന്ററിന്റെ ഹാളിൽ വെച്ച് നിയമത്തിന് വേണ്ടി അനുവാദമൊക്കെ മേടിച്ച് അവിടെ വെച്ച് നല്ല രീതിയിൽ നടത്താൻ കത്തോലിക്ക ഭാവയ്ക്കും ഒക്കെ പറ്റുന്ന രീതിയിൽ അവിടെ വെച്ച് നടത്താൻ ആലോചിച്ച് കഴിഞ്ഞപ്പോഴും വീണ്ടും സർക്കാർ 144 പ്രഖ്യാപിച്ചിട്ടായതുകൊണ്ട് അതിന് അറിയാൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ തിരുമേനിയായിട്ട് ആലോചിക്കുമ്പോൾ വീണ്ടും നീണ്ടുപോകുന്നത് യുക്തമല്ല എന്ന തോന്നലുകൊണ്ട് നമ്മൾ ഓൺലൈനായിട്ട് മീറ്റിംഗ് നടത്താൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. വളരെ സന്തോഷമുണ്ട്. അതിനായി തിരുമേനിയും അതുപോലെ മാനേജ്മെന്റ് ഭാരവാഹികളും എല്ലാം എത്തിച്ചേർന്ന് ഈ ചടങ്ങ് നടത്തുവാൻ സാധിച്ചത്. സാറിനെ പറ്റി ഓർക്കുമ്പോൾ എന്റെ ഗുരുതുല്യനാണ്. എന്നെ പഠിപ്പിച്ചിട്ടില്ല എങ്കിലും ഞാനൊരു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് കോളേജിലേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് തന്നെ സാറിന്റെ കോളേജിലേക്ക് ഇടത്തലമൻ കോളേജിലേക്ക് പോകുന്നത് അതുവഴി. അതുകൊണ്ട് ഞാൻ ദൂരെ നിന്ന് എനിക്ക് അടുത്ത് പരിചയമില്ല, ദൂരെ നിന്ന് കാണുന്നൊരു ബന്ധുക്കൾ തികഞ്ഞ ജെന്റിൽമാൻ. സ്ഥിരവും ഞങ്ങൾ ബസ് കാത്തു നിൽക്കുമ്പോൾ അതുവഴി ഇങ്ങനെ കോളേജിലേക്ക് പഠിപ്പിക്കാൻ പോകുന്നതാണ്. നീണ്ട 44 വർഷം സാറ് ഈ അധ്യാപന രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. എന്താണ് എക്സ്പീരിയൻസ്? ടീച്ചിങ് ഇസ് ദ പ്രൊഫഷൻ വിച്ച് ക്രിയേറ്റ്സ് ഓൾ അതർ പ്രൊഫഷൻസ് എന്നാണ് പറയുന്നത്. എല്ലാവരെയും ക്രിയേറ്റ് ചെയ്യുന്ന ഏത് ബിസിനസ് ആണെങ്കിലും എല്ലാവരെയും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ മഹത്വം ചെറുതല്ല. സാറിന്റെ ഈ അധ്യാപന കാലത്ത് എത്രയോ വിദ്യാർത്ഥികളാണ് സാറിലൂടെ വിദ്യ പകർന്ന് ലഭിച്ച് പോയവര്. വീണ്ടും സാറ് ഈ സ്ഥാപനത്തില് ഞാൻ മനസ്സിലാക്കിയത് 2006 സ്ഥാപനം തുടങ്ങിയിട്ട് 1-2 മാസം മാത്രമാണ് എൽദോ സാർ ഇവിടുത്തെ പ്രിൻസിപ്പളായിട്ടിരുന്നു. ബാക്കി അതിന്റെ കാര്യങ്ങൾ മുഴുവൻ നടത്തി നിലയിലാക്കി സാറിന്റെ പ്രയത്നം കൊണ്ട് അതോടൊപ്പമാണ് ഇതിന്റെ സഹകരിച്ച് കാര്യങ്ങൾ നടത്തിയതുകൊണ്ട്. മാനേജ്മെന്റ് എക്സ്പെർട്ട് പറയും if the beginning is best, half of the work is done. നല്ലൊരു തുടക്കമാണെങ്കിൽ പകുതി വർക്ക് തീർന്നു. അപ്പൊ തുടക്ക സമയത്തുള്ള പെയിനും സ്ട്രെയിനും ഏറെയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് അതിനു വേണ്ട റെക്കോർഡ്സും കാര്യങ്ങളും എല്ലാം ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്തെങ്കിലും ബാക്കിയുള്ള ഏറെയേറെ കാര്യങ്ങളുണ്ട്. വളരാകുമ്പോൾ യൂണിവേഴ്സിറ്റി ലെവൽ, ഗവൺമെന്റ് തലത്തിൽ ഏറെയേറെ വിദ്യാർത്ഥികൾക്ക് വേണ്ട കാര്യങ്ങൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് ഡിഫറെന്റ് ആണ്. എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്ത് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് ഒക്കെ മീറ്റ് ചെയ്തുകൊണ്ട് ഇത്രയും കാലങ്ങൾ ഇതിനെ കൊണ്ടു നടന്നത് അങ്ങേയറ്റം ആദരണീയമായ ഒരു കാര്യമാണ്. നന്ദിയോടെ എല്ലാം ഓർക്കുകയാണ്. വീണ്ടും ഞാൻ തന്നെ ചിന്തിക്കുന്നു, ഒരു 2 വർഷക്കാലം കോളേജിലെ സെന്റ് പീറ്റേഴ്സ് കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കോഴ്സിന്റെ പ്രയാസങ്ങളൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോ ഞാൻ പഠിപ്പിച്ച 10-24 വർഷക്കാലത്തേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ എനിക്ക് ഒരു വർഷം പ്രിൻസിപ്പൾ ആയിരിക്കുമ്പോൾ അതിന് 4 വർഷമായിട്ട് നടക്കാൻ തുടങ്ങുന്നുണ്ട്. അത്രയ്ക്കും ആ ടീച്ചിങ് പ്രവർത്തകരെ കിട്ടില്ല. അപ്പൊ അത്രയ്ക്ക് സ്ട്രെയിനുള്ള ഒരു പോസ്റ്റാണ് പ്രിൻസിപ്പൽ പോസ്റ്റ്. 14 വർഷം ഇരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വളരെ അതിശയം തോന്നും. എല്ലായിരുന്നാലും ഈ കാര്യങ്ങളെല്ലാം വളരെ ചിട്ടയോടെ അടുത്തോടെ ക്രമീകരിച്ചു. എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആരെ സംശയമായി. കാരണം ഞങ്ങളുടെ കോളേജിൽ ഓഫീസിലാണ് ഫയലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ ഒരു ഫയൽ കിട്ടണമെങ്കിൽ ഞാൻ അപ്പോൾ ഓഫീസിൽ വിളിച്ചവർ അവരുടെ അപ്പ് എടുത്ത് കണ്ടില്ല എന്ന പ്രശ്നമാണ്. ഞാനിവിടെ നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാ ഫയലുകളും കൃത്യമായിട്ട് എഴുതി അടുത്ത ചിട്ടയോടെ വെച്ചിരിക്കുകയാണ്. ഫയൽ നോക്കണമെങ്കിൽ ഞാൻ ടേബിളിൽ കബോർഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് ഫയൽ കണ്ടുപിടിക്കും. അപ്പൊ അത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് സാറ് കാര്യങ്ങൾ കൊണ്ടുപോയത്. നന്ദിയോടെ സ്മരിക്കുകയാണ്. അപ്പോ സാറിപ്പോ ഒരു 70 വയസ്സായ സാറ് ഈ സ്ഥാപനത്തിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ പോലും സാറ് സ്ഥാപനത്തിന്റെ ഒരു പാർട്ടാണ്. ഞാൻ എപ്പോഴും തന്നെ സാറിനെ വിളിക്കാറുണ്ട്. സാറ് ഈ സ്ഥാപനത്തിന്റെ ഒരു ഉപദേശകനാണ്. എല്ലാ കാലത്തും സാർ അങ്ങനെ ഉണ്ടായിരിക്കണം എന്നാണ് എന്റെയും ആഗ്രഹം. പിന്നെ അതിനേക്കാളെല്ലാം ഒരു സാറുമായിട്ട് എനിക്കുള്ള വേറൊരു ബന്ധമുണ്ട്. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സാറ് ഒരു അധ്യാപകനായി ജോലി ചെയ്യുന്ന സമയം ഞാൻ ദൂരെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ. ഞാൻ കോളേജിൽ അധ്യാപകനായിരിക്കുമ്പോ സാറിന് 2 മക്കളാണുള്ളത്. ടെൻസാണ്. ഒന്ന് പ്രതാപം എന്ന് പറയുന്നത് പ്രദീപും. പ്രതാപം എന്ന് പറയുന്ന മകനെ പഠിപ്പിക്കാൻ ഒരു മഹാഭാഗ്യം എനിക്ക് ലഭിച്ചതെന്ന് എനിക്ക് പറയാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ അധ്യാപന ജീവിതത്തിന് വളരെ കുറച്ചേ കണ്ടുകൊടുക്കാൻ സാധിക്കും.
ഞങ്ങൾക്ക് അന്നേ അറിയാമായിരുന്നു. ഞാൻ ഒരാളെ മാത്രം പറയുന്നതല്ല, എന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള 9 അധ്യാപകർ ഒരേ രീതിയിൽ പറയും. 95-98 കാലഘട്ടത്തിലാണ് അദ്ദേഹം അവിടെ പഠിച്ചത് ബികോമിൽ. അപ്പോ ചെറുത്ത കുട്ടികളെ ഇതിന് കാണാൻ പറ്റുള്ളൂ. ഈ കുട്ടി വളരെ ബ്രില്യന്റ് ആണ്, ക്ലാസ്സിൽ ടോപ്പാണ്. അതിനേക്കാൾ എല്ലാം ഉപരി ബ്രില്യന്റായ കുട്ടികൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളിലും ചില ക്വാളിറ്റീസ് കാണാറില്ല. ഇദ്ദേഹം പരാതിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ പോകുമ്പോൾ ഇങ്ങനെ കാണിച്ച് കൈ കുപ്പി. എനിക്ക് എവിടെ നിന്ന് ട്രെയിനിങ് ഒക്കെ സാറിന്റെ അല്ലെങ്കിൽ ആ വീടിന്റെ അന്തരീക്ഷത്തിൽ ലഭിച്ചതായിരിക്കാം. ഞങ്ങൾ അനേക അധ്യാപകരെ ആ കോളേജിൽ തന്നെ പഠിപ്പിക്കുന്ന അധ്യാപകർ മക്കളെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയേറെ വിനയമുള്ള, നല്ല സ്വഭാവമുള്ള ഒരു കുറ്റം ഞങ്ങൾക്ക്, എനിക്ക് മാത്രമല്ല ഒരു 9 അധ്യാപകരുണ്ടെങ്കിൽ ആർക്കും പ്രതാപനെ പറ്റി ഒരു കുറ്റം പറയാനുള്ളത് എനിക്ക് തോന്നുന്നു. അപ്പൊ തീർച്ചയായിട്ടും സാറ് പുണ്യം ചെയ്തവനാണ്. അഭിമാനിക്കാം. ഇങ്ങനെയുള്ള ഒരു കുട്ടിയുടെ പേരന്റ് ആയിരിക്കും. അപ്പൊ അദ്ദേഹം വലിയൊരു ബിസിനസ് സ്ഥാപനത്തിന്റെ ബിസിനസ് ഹെഡാണ്. അപ്പൊ അതൊക്കെ സാറ് അഗിവാനാണ്, ദൈവം അനുഗ്രഹിച്ച മനുഷ്യനാണ്. അപ്പൊ അതോടെ തന്നെ മറ്റേ മകനാണെങ്കിൽ UK-യിലെ ഉന്നത ജോലിയിലൊക്കെ ആയിരിക്കുകയാണ്. അപ്പൊ നല്ലൊരു കുടുംബാന്തരീക്ഷം, നല്ല ഒരു അന്തരീക്ഷമൊക്കെയുള്ള ഒരു ഭാഗ്യവാനായ മനുഷ്യനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ചടങ്ങ് നടത്താനൊക്കെ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. വന്നുചേർന്ന എല്ലാവരോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ സാറിന് ദീർഘായുസും എല്ലാം ഉണ്ടാകട്ടെ, ആയുസും ആരോഗ്യവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉള്ളിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. എത്രയും ബഹുമാനപ്പെട്ട വൈദിക ട്രസ്റ്റി വെരി റെവറൻഡ് ഫാദർ സ്ലീബ വട്ടവേലിൽ കോറെപ്പിസ്കോപ്പയെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഫാദർ പ്ലീസ്. ബഹുമാനപ്പെട്ട കോളേജുകളുടെ അഡ്മിനിസ്ട്രേഷനുമായി പ്രവർത്തിക്കുന്ന ബഹുമാനായിരിക്കുന്ന സാറ്, ഈ കോളേജിലെ അധ്യാപകന്മാരെ, നോൺ ടീച്ചിങ് സ്റ്റാഫ്, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥികൾ, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ശ്രദ്ധിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സഹോദരനെ, നേതാവായ ബഹുമാനപ്പെട്ട കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞു. ഞാനൊരു പ്രസംഗത്തിന് മുഴുവനില്ല, കാരണം 12 മണിക്ക് മക്കളുടെ പള്ളിയിൽ എനിക്ക് സംസ്കാര ശുശ്രൂഷ ആരംഭിക്കുന്നതിന് എന്റെ ഇടവകയാണ്. 11 മണിയാണ് അവരുടെ സമയം പറഞ്ഞത്. ഞാൻ കമ്മിറ്റിയാണ്. വളരെ പരിമിതിയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ യാത്രവായ സുറിയാനി സഭ കുറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കാതോലിക്ക ബാവയുടെ അതിശക്തമായിരിക്കുന്ന നേതൃത്വത്തിൽ സ്ഥാപിക്കുകയുണ്ടായി. ആരംഭകാലം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ശാസ്ത്രത്തിന്റെ തൊട്ടുചേർന്ന മുറിയിൽ വളരെ പരിമിതിയും ഇതുകൊണ്ടാണ് കോളേജുമായി സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത്. അപ്പോൾ ആ കോളേജിന്റെ രജിസ്ട്രേഷനും മറ്റുമായി സംബന്ധിച്ച് ഒരാളുണ്ട്, നമുക്ക് മാറ്റാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ ബഹുമാനായിരിക്കുന്ന പാർട്ടിക്കൽ പ്രഭാഷനുണ്ട്, ബഡ്ജറ്റ് ബോർഡുണ്ട്. അങ്ങനെ കുറെ സഭയുടെ ഭാരവാഹികളും നേതാക്കന്മാരും ഒക്കെ ആയിരുന്നു. അവിടെ പല ചർച്ചകളുണ്ടായപ്പോൾ നമ്മുടെ പിറവം കോളേജ് സഭയ്ക്ക് നഷ്ടമാകുന്നു എന്നൊരു ചിന്ത അവിടെ ശക്തമായി ഉണ്ടായി. അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ മോനെ കോളേജ് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ സഭയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒത്തിരി ആഗ്രഹിച്ചു കാലം ചെയ്ത ശ്രേഷ്ഠതാവ ആരംഭിച്ച കോളേജാണ്, സഭയ്ക്കായിരിക്കണമെന്നും. അപ്പോൾ ബാബ തിരുമേനിയോട് അന്നത്
ജീവനാശത്തിരിക്കുകയാണ്. PNJക്ക് പറഞ്ഞു, ബാബാ ഒരിക്കലും അത് വളരെ നഷ്ടമാകുകയില്ല. യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഇപ്പോൾ അമേരിക്കയിലാണ്. അദ്ദേഹം വന്ന് ഒരു പേപ്പർ ഒപ്പിടാനുണ്ട്. അദ്ദേഹം അമേരിക്കയിലായിരുന്നില്ലെങ്കിൽ നിശ്ചയമായും ആ കോളേജ് സഭയ്ക്ക് അന്യമാകുമായിരുന്നു. അവർ ട്രസ്റ്റിലേക്ക് പോകുമായിരുന്നു. അത് ഏതാനും ചിലരുടെ മാത്രമാണ് ട്രസ്റ്റിലേക്ക്. പക്ഷെ ദൈവത്തിന്റെ വലിയ കരുണയാൽ അത് പരിശുദ്ധ സഭയുടെ സ്ഥാപനമായി നിലനിർത്തുവാനായിട്ട് കഴിഞ്ഞത് രണ്ട് കാതോലിക്ക ബാബയുടെ അതിശക്തമായിരിക്കുന്ന നേതൃത്വം, ശ്രദ്ധ ആ കാര്യത്തിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. കൃത്യമായിട്ട് ഞാൻ അന്ന് വലിയ ശുശ്രൂഷയിലെ പ്രതിസന്ധിയുടെ നടുവില് ഞാൻ ശക്തമായിട്ട് ബാബയുടെ കൂടെ ഏത് സമയവും നടക്കുന്ന സമയമാണ്. തുടർന്നായി ഇങ്ങനെ നമുക്ക് കൊതമംഗലത്തും പുത്തൻകുരിശും അതുപോലെ തന്നെ പിറമാടത്തും മലയക്കുരിശിലുമൊക്കെ ഇങ്ങനെ സ്ഥാപനങ്ങൾ ഉണ്ടായപ്പോൾ സഭ സന്തോഷവതിയായി. കാരണം നമ്മളെന്നും പ്രതിസന്ധിയിലൂടെയാണ് പ്രയാണം ചെയ്യുന്നത്. ആ പ്രതിസന്ധിയെ അതിജീവിക്കുവാനായിട്ട് നമ്മൾ വളരെ പാവങ്ങളാണ്. കഴിഞ്ഞ ദിവസത്തെ ചാനൽ ചർച്ചയുടെ ഒരു പ്രോഗ്രാം ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. കോടാനുകോടി രൂപയുടെ ആസ്തികളുള്ള ഓർത്തഡോക്സ് വിഭാഗം കോർപ്പറേറ്റുകൾ അവരെ സഹായിക്കാൻ ഏത് കാര്യത്തിനും ഉണ്ടാകുമ്പോൾ നമുക്കൊന്നുമില്ല. വളരെ ശൂന്യതയിൽ നിന്ന് പറയും, ശൂന്യത, ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മൾ ഇനി വളരണമെങ്കിൽ, പിടിച്ചു നിൽക്കണമെങ്കിൽ, മുന്നോട്ട് പ്രയാണം ചെയ്യണമെങ്കിൽ ഒരു വരുമാനത്തിന് സോഴ്സ് വേണം. ആ ഒരു സോഴ്സ് പള്ളികളിൽ നിന്ന് ഇപ്പോഴത്തെ ഈ കേസിന്റെ സാഹചര്യത്തിൽ നടക്കുകയില്ല. നമുക്കൊരു സോഴ്സ് എന്ന് പറയുന്നത് ഈ കോളേജുകളാണ്. ഈ കോളേജുകൾ പരിശുദ്ധ സഭയുടെ 51% ഷെയറുകളുള്ള ഓഹരികളുള്ള, സഭയുടെ മാത്രം 51 ഷെയർ ഓഹരിയും മറ്റ് 49% ഓഹരികൾ മറ്റ് സഭയിലെ തന്നെ ദൈവമക്കളുടെയാണ്. അത് ഈ സഭയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ കോളേജുകൾ ഇന്ന് നിലനിൽക്കുന്നു എന്നത് ഓർമ്മപ്പെടുത്താം. ഈ കോളേജുകളൊക്കെ ബഹുമാനപ്പെട്ട പിതാവ് അർപ്പിച്ചതുപോലെ എല്ലാം യൂണിവേഴ്സിറ്റികളിൽ ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണുള്ളത്. പ്രഥമ കോളേജ് ആണെങ്കിൽ വളരെ നല്ല നിലവാരത്തിൽ പോകുന്നു, മറ്റെല്ലാ കോളേജുകളും അങ്ങനെ തന്നെ പോകുന്നു. ഇവിടെ ഈ കോളേജിൽ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ്, 2-3 വർഷങ്ങൾക്ക് മുമ്പ്. ആ വിഷയം ഞങ്ങള് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ AIT സാറുമായിട്ട് സംസാരിച്ചപ്പോൾ AIT സാറ് വളരെ കർശനമായി ഇത് ഡ്രഗ്സ് ഇഷ്യൂ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ അത് പടിഞ്ഞാറൻ മേഖലയിലെ കുറെ കുഞ്ഞുങ്ങളെ കുട്ടികളെ ഇവിടെ കോളേജിൽ പഠിക്കുന്ന ആ സാഹചര്യത്തിൽ അത് വളരെ വ്യക്തമായി ഞാനും കാഴ്ചയായിട്ട് നിലപാടൊക്കെ മാറി. സാറിന്റെ കാലത്ത് തന്നെ നല്ല അഭിമാനം നേട്ടം കൈവരിക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമാണ്. സാറിന്റെ പറഞ്ഞ പോലെ 70 വയസ്സായി, സാറിന് 72 വയസ്സായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. 70 വയസ്സായ സാറിനെ കണ്ടാൽ ഇപ്പോഴും 50 വയസ്സിൽ തോന്നിക്കുള്ളൂ. സാറിന് പ്രായോഗികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പൊതുവിന് അധ്യാപന ശുശ്രൂഷ മതിയാക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ കോളേജിൽ ഞങ്ങൾക്കൊക്കെ ഞങ്ങള് ചുമതലയേറ്റ് ഞാനും കാര്യങ്ങളൊക്കെ ഈ ഭാരവാഹികളായി കൊണ്ട് അന്ന് മുതൽ സ്ഥാപനമായിട്ട് ഏത് വിഷയം സംസാരിച്ചാലും സാറ് പൂർണ്ണമായിട്ട് സഹകരിച്ച് ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഉപദേശങ്ങളും നൽകുകയും ഞങ്ങളോട് ആവശ്യപ്പെട്ട സമയങ്ങളൊക്കെ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നതിന് നന്ദിയോടെ ഓർക്കുകയാണ്. സാറിന്റെ ഈ റിട്ടയർമെന്റിന്റെ പീരീഡിൽ നമുക്ക് വളരെ അനുയോജ്യനായിരിക്കുന്ന ഒരു ഡിസിപ്ലിൻ എന്നുള്ളത് സാറ് ചാർജ് എടുത്ത അന്ന് ഇവിടെ നടത്തിയ യോഗത്തിൽ സംബന്ധിക്കുവാനും സംസാരിക്കുവാനും ഇടയായി നന്ദിയോട് ഓർക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബന്ധിപ്പിക്കുന്നില്ല. ബഹുമാനായിരിക്കുന്ന AIT സാറ് ഇടവകയില് അനേക മറുഭാഗത്തേക്ക് ഒരുവിധം സമ്പന്നരായിരിക്കുന്ന കുടുംബങ്ങളൊക്കെ മറുഭാഗത്തേക്ക് പോയപ്പോൾ സാറ് വളഞ്ചേരിയിലെ ദൈവത്തിന്റെ കരുണ യഥേഷ്ടം ഭൂമിയുള്ള ഒരു വലിയ ഉടമയാണ് സാറ്. സാറിന്റെ കുടുംബത്തിൽ നിന്ന് ചിലരൊക്കെ മാറിപ്പോയപ്പോഴും ഈ സത്യവിശ്വാസത്തിന് വേണ്ടി സാറ് നിലനിന്നു. നമുക്കൊക്കെ വലിയ ഒത്തിരി സന്തോഷവും ആഹ്ലാദവും. സാറിന്റെ റിട്ടയർമെന്റ് ഈ അവസരത്തിൽ സാറിന് എല്ലാവിധമായിരിക്കുന്ന ഭാവങ്ങൾ നേരുന്നു.
തുടർന്ന് സാറിന്റെ ഭാവി ജീവിതം പ്രധാനമായി തീരട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. എന്നും ഒരു സഹോദരനായി ഞാൻ കൂടെ ഉണ്ടാകും. പ്രാർത്ഥനയിൽ ബഹുമാനപ്പെട്ട സാറിനെ ഓർക്കുന്നു. ഒപ്പം തന്നെ വളരെ വിനയാന്വിതനായി എല്ലാവരെയും സ്നേഹിക്കുന്ന, നമുക്ക് സഭയ്ക്ക് അഭിമാനിക്കാവുന്ന, ഈ കോളേജ് അഭിമാനിക്കാവുന്ന, വളരെ ആദരണീയനായിരിക്കുന്ന, വളരെ അനുയോജ്യനായിരിക്കുന്ന ഒരു പ്രിൻസിപ്പൽ ആണ് ലഭിച്ചിരിക്കുന്നത്. സാറിന്റെ ഈ വർത്തമാനം ഭാസുരമായി തീരട്ടെ എന്ന് വളരെ വിനയത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അക്കാദമിയുടെ കാര്യത്തിൽ കുറെ കൂടി ശ്രദ്ധിക്കുവാനായിട്ട് സാറിന് കഴിയും. കാരണം കോളേജിലെ പ്രിൻസിപ്പലായിട്ട് അദ്ദേഹമാണ്. അക്കാദമിക്കൽ കാര്യങ്ങൾ മാത്രമല്ല, മറ്റു കാര്യങ്ങളെ കൂടി കുറെ കൂടെ ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മുടെ കോളേജിന് ഒരു അപമാനം ഉണ്ടാകുവാനായിട്ട്, ഒരു ചീത്തപ്പേര് ഉണ്ടാകുവാനായിട്ട് ഇടയാകരുത്. പ്രത്യേകം സാറിന്റെ സാറിന്റെ ശ്രദ്ധ അക്കാദമിക്കൽ കാര്യങ്ങളിലും മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ ഉദാഹരണമെന്ന കൂടി സാറിനോട് വളരെ വിനയത്തോടെ അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധമായിരിക്കുന്ന ഭാവങ്ങളും ചെയ്യുന്ന സാറിന് സഭയുടെ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്ന് നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. താങ്ക് യു. Thank you, Father. I would like to invite Very Reverend Father Varghese Tekekara Korepiscopa to deliver a few words. Father, please. സഭയുടെ വൈദിക ട്രസ്റ്റിയായിരിക്കുന്ന ശ്രീബാ പോൾ വട്ടവേലി, ഇന്നത്തെ ഈ ചടങ്ങിന് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന വ്യക്തിയായിരിക്കുന്ന ഡോക്ടർ സാറ്, സഭയുടെ ആത്മാവായ ട്രസ്റ്റി ഷാജി സിംഗയിൽ, പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട സാർ, അഡ്മിനിസ്ട്രേറ്ററായിരിക്കുന്ന സാർ, ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അധ്യാപകർ, അനധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥി സഹോദരങ്ങൾ, ഈ ചടങ്ങ് എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് ആരംഭത്തില് ദീർഘകാലമായി പ്രിൻസിപ്പലായി എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെട്ട് നേതൃത്വം നടത്തുന്നതുമായ യാത്രയേൽപ്പ് നൽകുക എന്നുള്ളതായ ചടങ്ങാണ് ഇവിടെ പ്രവർത്തിക്കപ്പെടുന്നത്. സാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന വ്യക്തികളിൽ ഏറ്റവും പരിചയപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ. സാറിനെ ദൂരെ നിന്ന് കണ്ടിട്ടുള്ളൂ, അല്ലാതെ വ്യക്തിപരമായിട്ട് പരിചയപ്പെടാനോ ഒന്നും എനിക്ക് സാധിച്ചിട്ടില്ല. എങ്കിലും മനസ്സിലാക്കിയിടത്തോളം ഈ സ്ഥാപനത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഇന്നുവരെയുള്ളതായ ഈ നാൾ വരെയുള്ളതായ കാലഘട്ടത്തില് ഫെലോഷിപ്പ് ഏറ്റവും കൂടുതലായി സംഭാവന നൽകിയിട്ടുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സാർ എന്ന് പറയുവാൻ അതൊരു വഴിയുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തില് കായിക വിനോദം എല്ലാവരും ആസ്വദിക്കുന്നത് ക്രിക്കറ്റാണ്. ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാര് ശരിയായിട്ട് നിന്നാൽ ആ കളി വിജയിക്കും എന്നാണ് പറയുന്നത്. സാറിനെ സംബന്ധിച്ച് 14 വർഷത്തിന്റെ ആരംഭം മുതൽ ഇതുവരെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ എന്ന നിലയിൽ സുദീർഘമായ രീതിയിൽ കേരളത്തിന്റെ ചുമതലകൾ ഉറപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനങ്ങള് ഈ സ്ഥാപനം വഴിയായി സഭയ്ക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഈ സ്ഥാപനം ഇന്ന് കാണുന്ന നിലയിൽ വളർച്ച പ്രാപിക്കുവാനും ഒക്കെ ഇടവന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട സാറിന്റെ പ്രവർത്തനത്തിന്റെ മാറ്റമായിട്ട് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനങ്ങൾക്കെല്ലാം ആശംസകളും ഈ സ്ഥാപനം ഈ നിലയിൽ ആക്കി തീർത്തതിനുള്ള അനുവാദങ്ങളും ഈ അവസരത്തിൽ നേടുകയാണ്.
70 വയസ്സായി എന്ന് അദ്ദേഹം സൂചിപ്പിച്ച് ഇനിയുള്ളതായ കാലത്തും അദ്ദേഹം പരിചയപ്പെട്ടപ്പോൾ പറയുകയാണ്, കോളേജേരിയിലെ പാർലമെന്റ് കോളേജിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ അധ്യാപനം തുടങ്ങുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ദീർഘകാലം ഈ രംഗത്ത്, വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപന രംഗത്ത് ഒരുപാട് സംഭാവനകൾ നൽകുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കും ദൈവം പ്രതിഫലം കൊടുത്തു എന്നുള്ളത് സാറിന്റെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. വ്യക്തിപരമായ നിലയിൽ പത്രക്കാർ സംഘത്തിന്റെ പേരിലൊക്കെ ആവുന്ന മേഖലയാണ്. തുടർന്നുള്ളതായ നാളുകളിലും വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ സംഭാവനകൾ നൽകുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ പുതിയ പ്രിൻസിപ്പലായി ചാർജെടുത്തിരിക്കുന്ന രവി സാർ, കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടത്. ഒരു വിധത്തില് ഞങ്ങൾ രണ്ടുപേരും ഒരു വലിയ ഇടവക്കാരായിരുന്നു. അപ്പോൾ ഞാൻ പെരുമാറ്റം മാറി മാത്രമല്ല ഭയങ്കര വലിയ ഇടവക്കാരായിരുന്നു. അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. ദീർഘകാലം കോളഞ്ചേരി കോളേജിലെ സംസ്കൃതിയായിട്ടിരുന്നു. ഈ രംഗത്ത് കൂടുതൽ പരിചയമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആ പരിചയം ഈ സ്ഥാപനത്തിന് മുതൽക്കൂട്ടായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയ്ക്കല്ലേ കൂടുതൽ സംഭാവനകൾ നൽകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് വളരെ ആശംസകൾ നേടുകയും ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി സാറിന് ഇഷ്ടജീവിതം ആരോഗ്യത്തോടും കൂടെ ഇരുന്ന് കുടുംബത്തെയും വിദ്യാഭ്യാസ രംഗത്തും കൂടെ ഒരു സംഭാവന നൽകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫാദർ. അടുത്തതായി എത്രയും ബഹുമാനപ്പെട്ട അൽമായ ട്രസ്റ്റി കമാൻഡർ ഷാജി ചൂണ്ടയിലിനെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. യോഗത്തിന്റെ അധ്യക്ഷനും സഭയുടെ ഇന്നിവിടെ ഈ ചടങ്ങിന് കാരണഭൂതനായത് എന്തുകൊണ്ടാണ് പ്രിൻസിപ്പളായ യുവരാജ് സാറ് റിട്ടയർമെന്റിന് വേണ്ടി റിട്ടയർ ചെയ്ത അദ്ദേഹത്തെ അനുമോദിക്കുന്ന ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള യുവരാജ് സാറ്, സ്കൂളിന്റെ പ്രിൻസിപ്പള് ബഹുമാനപ്പെട്ട ഡോക്ടർ രവി സാറ്, പത്രികാ സെന്ററിന്റെ മാനേജർ ചക്കേക്കര വർഗീസച്ചൻ, കോളേജുകളുടെ അഡ്മിനിസ്ട്രേറ്ററായി പുതുതായി ചുമതലപ്പെട്ടിട്ടുള്ള ബഹുമാനപ്പെട്ട OC വർഗീസ് സാറ്, ഇവിടുത്തെ അധ്യാപികമാരെ, വിദ്യാർത്ഥികളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഇന്ന് ഇവിടെ ഈ ചടങ്ങിൽ നടക്കുമ്പോൾ 2 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഭാരവാഹികൾ സ്ഥാനമേറ്റതിനു ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഈ കോളേജിൽ കടന്നു വരുന്നത്. സാറുമായി ഈ കോളേജിന്റെ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്തപ്പോൾ സാറ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഈ കോളേജിനെ പറ്റിയുള്ള അറിവുകൾ പ്രധാനമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് സാറ് 14 വർഷക്കാലം ഈ സ്കൂളിന്റെ ഈ കോളേജിന്റെ ശേഷം സാറിന്റെ മാത്രം ഒരു ഗവൺമെന്റാണ് ഈ കോളേജ് സാർ കൊണ്ടുവരുന്നത്. അത് സാറിന്റെ ഒരു പ്രവർത്തന മികവായിട്ട് തന്നെ വേണമെങ്കിൽ എടുത്ത് പറയാം. മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് സഭ ഉണ്ടെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ ഒരു കോളേജിന്റെ നടത്തിപ്പിൽ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന്റെ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളുടെ അഡ്മിഷൻ ഉണ്ട്. അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ സാധനം ചെയ്യാനുണ്ട്. ഇതെല്ലാം തുടക്കം മുതലേ സാറ് എല്ലാം ഭംഗിയായി ചെയ്ത് ഈ 14 വർഷം ഈ കുടുംബത്തിലെ ഒരു തലയെടുപ്പുള്ള ഒരു സ്ഥാപനമാക്കി ഉയർത്തിക്കൊണ്ടുവരുവാൻ സാറിന് കഴിഞ്ഞിട്ടുണ്ട്. കുട്ടക്കുറിച്ചിൽ സ്കൂളുകളുണ്ട് എങ്കിൽ പോലും കോളേജിലെ സെന്റ് പീറ്റേഴ്സ് കോളേജ് ആയിരുന്നു സ്ഥാപനത്തിലെ
അവർക്ക് അറിയപ്പെടുന്ന സ്ഥാപനമായി മാറിയിരുന്നു. കോലഞ്ചേരിയിലെ സെന്റ് പീറ്റേഴ്സ് കോളേജിന്റെ വളർച്ച കൂടിയാണ് കോലഞ്ചേരി അറിയപ്പെട്ടിരുന്നത്. നാളെ ഈ പുത്തൻകുരിശിന്റെ അറിവിലേക്ക് പുത്തൻകുരിശിനെടുത്ത് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിന് പുത്തൻകുരിശിലെ ഈ കോളേജ് ഒരു കാരണമാകും യാതൊരു തർക്കവുമില്ല. കാരണം പുത്തൻകുരിശിലെ തലയെടുപ്പുള്ള ഒരു കലാലയമാണ് നമ്മുടെ സെന്റ് തോമസ് കോളേജ്. ഈ കോളേജിൽ നിന്ന് ഇപ്പോ ഏതാണ്ട് 544 കുട്ടികൾ പഠിക്കുന്നു. 544 കുട്ടികൾ പഠിക്കുന്ന ഒരു കലാലയം, ഒരു പ്രദേശത്തെ സംബന്ധിച്ച് 544 കുട്ടികൾ വന്നു പോകുന്ന ഒരു കലാലയം എന്ന് പറയുമ്പോൾ തലയെടുപ്പുള്ള ഒരു കലാലയം തന്നെയാണ്. അത് വിവിധ 8ഓളം കോഴ്സുകളായിട്ടാണ് ഇത്രയും കുട്ടികൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ 34ഓളം ജീവനക്കാര്, അധ്യാപകര് ഈ കോളേജിൽ ജോലി ചെയ്യുന്നത്. അത്രയും ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയുന്നുണ്ട്. അതുപോലെ നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉൾപ്പെടെ ഈ കലാലയം ഒരു വലിയ കലാലയമായി, ഒരു സരസ്വതി ക്ഷേത്രമായി ജ്വലിച്ചു നിൽക്കുന്ന ഒരു കലാലയം തന്നെയാണ്, പറയാതിരിക്കാൻ കഴിയില്ല. അതിന്റെ ആരംഭം മുതൽ ഈ സമയം വരെ ആ ഒരു സരസ്വതി ക്ഷേത്രമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത യോഗി സാറ് ഈ കോളേജിന് മാത്രമല്ല സഭയ്ക്കും ഈ പ്രദേശത്തിനും ഒരു അഭിമാനം തന്നെയാണ്. ഞങ്ങൾ മനസ്സിലാക്കിയപ്പോ അത് വളരെ ചിട്ടയോടുകൂടി തന്നെയാണ് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ രീതികളെല്ലാം ഒറ്റയ്ക്ക് കൊണ്ടുപോയിരുന്നത്. ഒറ്റയ്ക്ക് പറയാൻ കാരണം ഒരു കലാലയത്തിലെ ഒരു മെയിൽ സ്റ്റാഫിന്റെ എണ്ണം എപ്പോഴും ആവശ്യമാണ്. പല കാര്യങ്ങൾക്ക് പോകാനും മെയിൽ സ്റ്റാഫ് എപ്പോഴും വേണ്ടതാണ്. പക്ഷേ ഇവിടെ ടീച്ചേഴ്സ് ആയിട്ടുള്ള എല്ലാ ലേഡീസ് ആയതുകൊണ്ട് അത് ചില സാങ്കേതികമായ കുറവുകൾ കാരണം ഒറ്റയ്ക്ക് ചെയ്യേണ്ടതായിട്ട് പലപ്പോഴും പറയാറുണ്ട്. അതുപോലെ ഡിസിപ്ലിൻ കാര്യങ്ങളാണെങ്കിലും ഒക്കെ മെയിൽ സ്റ്റാഫ് ആവശ്യമാണ്. നമ്മുടെ കോളേജിൽ മെയിൽ സ്റ്റാഫ് ഇല്ല, എല്ലാം ലേഡീസ് സ്റ്റാഫാണ്. അവർക്ക് സമയപരിധികളൊക്കെ പല കാരണങ്ങളൊന്നും അവർക്ക് മറ്റ് ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടാകും. ആ സ്ഥാനത്ത് ഇതെല്ലാം പരിഹരിച്ച് സാറൊറ്റയ്ക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അതൊരു വലിയ നേട്ടം തന്നെയാണ് ഈ സഭയ്ക്ക്. കാരണം അഭിമാനം തന്നെയാണ്, എടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല. എന്നെ സംബന്ധിച്ച് ഞാനൊരു സ്കൂൾ നടത്തുമ്പോൾ എനിക്കറിയാം, ഞാൻ എപ്പോഴും ഒരു 40% അധ്യാപകർ എപ്പോഴും ആ മെയിൽ സ്റ്റാഫിൽ എടുക്കാൻ നോക്കും, 60% ലേഡീസ് എടുക്കാനാണ് പറ്റും ഞാൻ ശ്രമിക്കാറുള്ളത്. ഇവിടെ ലേഡീസ് സ്റ്റാഫിന്റെ എണ്ണം കൂടുതൽ ഉണ്ടാകുമ്പോൾ അങ്ങനെ വരുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് ഒത്തിരി പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതെല്ലാം അവഗണിച്ച് സാറ് ഇത്ര നല്ല നിലയിൽ ഈ കോളേജിനെ ഉയർത്തിക്കൊണ്ട് വന്ന് 544 കുട്ടികൾ ഇന്നും ലൈവായി കോളേജിൽ നിൽക്കുമ്പോൾ അത് മഹത്തരമാണ്. അത് സാറിനെ 100% സാറിന് തൊഴിൽ കൊടുക്കുവാൻ, ഒരു അനുമോദനം കൊടുക്കുവാൻ ഒരു ഏറ്റവും അവർക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യതയാണ് സാർ നിറവേറ്റുന്നത്. സാറിന് പോകുന്നത് 70 വയസ്സായതുകൊണ്ടാണ്. UGC രംഗത്ത് 70 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കോളേജുകളുടെ തലപ്പത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. സാറ് നല്ല അനുഭവ സമ്പത്തുള്ള അധ്യാപകൻ കൂടിയാണ്. സഭയുടെ ഒരു മകൻ കൂടി ആയതുകൊണ്ട് സാറും ഈ കലാലയത്തെ അതുപോലെ തന്നെ ഇന്ന് യോഗി സാർ ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടേതായ ടാലന്റ് അനുസരിച്ച് സാറിന് അതിനെ കൊണ്ടുവരാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും യോഗി സാറിന് മുന്നോട്ടുള്ള പ്രയാണത്തിൽ അത് കഴിയട്ടെ, ജെറി സാറിന് കഴിയട്ടെ. യോഗി സാർ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും, ഇതുവരെ ചെയ്ത മുഴുവൻ 14 വർഷത്തെ സേവനങ്ങൾക്കും എല്ലാവിധ നന്ദിയും സഭയ്ക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ട് ഭാവി ജീവിതത്തില് മക്കളോടുകൂടെ കുടുംബത്തോടുകൂടെ ഭംഗിയായി ഈ ശിഷ്ടകാലം ജീവിക്കുവാൻ എല്ലാ നൽവരങ്ങളും ദൈവം കൊടുക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിൽക്കുന്നു. Thank you, sir. Next, I would like to welcome O.C. Varghese, sir, the administrator of the college, to deliver a few words. വിശിഷ്ടാതിഥി സഭയുടെ വൈദിക ട്രസ്റ്റി ഒപ്പം തന്നെ മാനേജറായിരിക്കുന്ന ആദരണീയനായ സഭയുടെ അഡ്മാൻ ട്രസ്റ്റി കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ സാറ്, ഫാക്കൽറ്റി, സ്റ്റാഫ് മെമ്പേഴ്സ്, സ്റ്റുഡൻസ്. ഞാൻ എൻ്റെ അധ്യയന ജീവിതത്തിൽ ഒരുപാട് യാത്രയായിട്ടുള്ള റിട്ടയർമെന്റും ഒക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരാളാണ്. എന്നാൽ ഒരു
വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ജോലി റിട്ടയർമെന്റിൽ പങ്കെടുക്കുകയും ഒരുപാട് സൊസൈറ്റിയിൽ നടത്തുന്നത് അതിലുപരി ഓൺലൈനായിട്ടാണ് നടത്തുന്നത്. യോയാക്കി സാറിന് മാനേജ്മെന്റും അതുപോലെ ഫാക്കൽറ്റിയും സ്റ്റുഡൻസും എന്തുമാത്രം സ്നേഹിക്കുന്നു, താല്പര്യത്തോടെ കാണുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ്. ഇവർ പല ഡേറ്റുകളും റിട്ടയർമെന്റിന് വേണ്ടി ഫംഗ്ഷന് വേണ്ടി ശ്രമിച്ചെങ്കിലും അതൊന്നും നടക്കുന്നില്ല. അവരുടെ ഓരോരുത്തരുടെ ദുഃഖം എനിക്ക് എളുപ്പമാക്കുന്നത് അറിയാമോ. സാറിന് അത്യാവശ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. സാർ ഇതുവരെ ഒരു ഫംഗ്ഷൻ നടത്താൻ പറ്റിയില്ല. ദൈവാനുഗ്രഹം കൊണ്ട് അതിന് സാധിച്ചു. ഞാൻ മനസ്സിലാക്കിയത് സാർ 2006, അതായത് 14 വർഷത്തോളം ഈ കോളേജിന്റെ സാരഥിയായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഇന്ന് ഓർക്കുകയായിരുന്നു, 14 വർഷം ഒരു സെൽഫ് ഫൈനാൻസിങ് കോളേജിന്റെ പ്രിൻസിപ്പലായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് ഡിപ്ലോമസികൾ. അത് മാനേജ്മെന്റും ഫാക്കൽറ്റിയും സ്റ്റുഡൻസും സാറും തമ്മിലുള്ള വല്ലാത്ത കെമിസ്ട്രി. ആ കെമിസ്ട്രി പലർക്കും വർക്ക് ചെയ്തതായിട്ട് ഞാൻ എന്റെ അനുഭവത്തിൽ കണ്ടിട്ടില്ല. കാരണം എനിക്ക് ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഒരു സെൽഫ് ഫൈനാൻസിങ് കോളേജ് അഡ്മിനിസ്ട്രേറ്റർ. പലപ്പോഴും മാനേജ്മെന്റുമായിട്ട് വരയ്ക്കുന്ന പ്രിൻസിപ്പളും അധ്യാപകരുമായിട്ട് വരയ്ക്കുന്ന സന്ദർഭങ്ങളും അവിടെ മാനേജ്മെന്റ് ഇപ്പോൾ ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ സുഖകരമില്ലാത്ത പല സന്ദർഭങ്ങളും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. എന്നാൽ 14 വർഷം കഴിയുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സഭയും ഈ മാനേജ്മെന്റും ഇവിടെ 14 വർഷം പഠിച്ചുപോയ വിദ്യാർത്ഥികളും പഠിച്ച അധ്യാപകരും സാറിനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. സാറിനോട് ഇന്നും അവർ നന്ദിയുള്ളവരായിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ ഒരു ബാങ്കിങ് സർവീസിൽ വരുന്നതാണ്. ഞാൻ എനിക്ക് സാറുമായിട്ടും ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ PG ചെയ്യുമ്പോൾ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം കോളേജ് അധ്യാപകനാകുന്നത്. പക്ഷെ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ബാങ്കിൽ ജോലി കിട്ടി. ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ കൂടി ഞങ്ങൾക്കൊരു ട്രെയിനിങ് കോളേജ് ഉണ്ട്. അവിടെ ഞാൻ ചോദിച്ചു വാങ്ങിയ ഒരു പോസ്റ്റില്ല. ഞാൻ അവിടെ റെഗുലർ വിസിറ്റ് ഫാക്കൽറ്റി. ബിക്കോസ് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ അനുഭവിച്ചറിഞ്ഞത് ബാക്കി ഏത് പ്രൊഫഷനെ കഴിയും ഏറ്റവും മാന്യതയും ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റും ഏറ്റവും കൂടുതൽ പ്രൊഫഷനാണ് അധ്യാപക പ്രൊഫഷൻ. കാരണം ഇവിടുന്ന് പഠിച്ചു പോകുന്ന ഓരോ വിദ്യാർത്ഥി അവരുടെ ഓരോ നല്ല സന്ദർഭങ്ങളിലും തീർച്ചയായിട്ടും അവരെ പഠിപ്പിച്ചത് അധ്യാപകന് പോകും. 14 വർഷം സാറിന്റെ വ്യക്തി ജീവിതത്തിൽ കുറേയധികം സമയം ഈ കോളേജിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം സാറിന്റെ അഭാവം അവിടെ സാറിന്റെ വൈദ്യുതി കുട്ടികളുമാണ്. തീർച്ചയായിട്ടും അവരോടും ഈ മാനേജ്മെന്റിന് പറഞ്ഞിട്ടുണ്ട്. ശിഷ്ടജീവിതം സാറിന് 70 വയസ്സായും സാറ് പറയുമെങ്കിലും ഇവിടെ മുടിയിൽ ആരും സൃഷ്ടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ റെക്കോർഡൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സാറിനോട് പറയാൻ പോകുന്നത് ശിഷ്ടജീവിതം ആരോഗ്യ ജീവിതത്തിൽ ദൈവത്തിന്റെ കൂടെ എല്ലാ സൗഭാഗ്യങ്ങളും സാറിന് തിരിഞ്ഞു കൊടുക്കട്ടെ എന്ന് ഞാൻ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുകയും ആശ്വസിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ രജിസ്ട്രാർ ഞാനിവിടെ വന്നതിന് ശേഷമാണ് ദൈവത്തെ പരിചയപ്പെടാനും വിദ്യാർത്ഥിയെയും ഒക്കെ സമർപ്പിക്കുകയും വളരെയധികം എക്സ്പീരിയൻസോടെ വരുന്ന ഒരു പ്രൊഫസറാണ് അദ്ദേഹം. പഞ്ചേരി കോളേജിൽ എനിക്ക് 1 വർഷം പ്രിൻസിപ്പളായിരുന്നു. ഒരു കോളേജിനെ എങ്ങനെ നടത്തണമെന്ന് കൃത്യമായിട്ടൊരു പ്ലാനിങ്ങും എക്സിക്യൂഷൻ പവറുമുള്ള ഒരു പ്രിൻസിപ്പളാണ് അദ്ദേഹം. അതാണ് എനിക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും ഈ കോളേജ് ഒരു മുതൽക്കൂട്ടാണ്, ഈ മാനേജ്മെന്റ് ഒരു മുതൽക്കൂട്ടാണ്. ഈ കോളേജ് ഇന്ന് ഏത് നിലയിൽ എത്തിക്കാൻ യോയാക്കി സാർ പരിശ്രമിക്കും. ആ നിലയിൽ തന്നെ അതിന് ഉയർച്ചയിലേക്ക് നയിക്കാനായിട്ട് കെട്ടുള്ള ഒരാളെയാണ് സാറും എല്ലാവിധ ഭാവങ്ങളും നേടി. എന്റെ ഭാഗത്ത് വ്യക്തിപരമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഒരിക്കൽ കൂടി യോയാക്കി സാറിന് എല്ലാ ഭാവങ്ങളും നേടി. Thank you, sir. Now, the head of the Department of Commerce, Mrs. Rekha KV, is here to deliver a few words. Miss, please. ആരാധ്യനായ അന്തിമോസ് തിരുമനസ്, ബഹുമാനരായ പ്രിൻസിപ്പൽ റെജി സാർ, മുൻ പ്രിൻസിപ്പൽ യോയാക്കി സാർ, മാനേജ്മെന്റ് പ്രതിനിധികളെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ മുൻ പ്രിൻസിപ്പളായ യോയാക്കി സാറിന്റെ യാത്രയയപ്പ് സമ്മേളനത്തിനാണല്ലോ നാം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. 2006 കോളേജ് തുടങ്ങിയ സമയത്ത് കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു യോയാക്കി സാർ. അന്നു മുതൽ സാറിന്റെ ഒപ്പം ജോലി ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പിന്നീട് ആദ്യത്തെ പ്രിൻസിപ്പളായിരുന്ന AP എൽദോ സാർ റിസൈൻ ചെയ്തപ്പോൾ സാറ് പ്രിൻസിപ്പളായി ചാർജ് എടുത്തു.
എല്ലാ അധ്യാപകർക്കും എല്ലാ അധ്യാപനത്തിൽ വേണ്ട മോട്ടിവേഷൻ നൽകുന്ന, മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു പ്രിൻസിപ്പൾ ആയിരുന്നു. വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷം ഒരുക്കി തന്ന ഒരു സാറായിരുന്നു സർ. എനിക്ക് വ്യക്തിപരമായി പറഞ്ഞാൽ ഒരു പിതാവിനോടുള്ള സ്നേഹാദരങ്ങൾ അദ്ദേഹത്തോട് തോന്നിയിരുന്നു. സാറിൽ നിന്ന് വളരെയധികം കാര്യങ്ങൾ പഠിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. എന്ത് കാര്യത്തിലും ഒരു അഡ്വൈസ് സാറിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ആത്മാർത്ഥമായി അതിലൊരു ഇടപെടൽ സാറിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ സ്ഥാപനത്തോട് സാറ് കാണിച്ചിട്ടുള്ള ആത്മാർത്ഥതയും സാറിന്റെ പ്രവർത്തനത്തിലുള്ള അച്ചടക്കം, ഇതെല്ലാം ഞങ്ങൾക്ക് വളരെ പ്രചോദനമായിരുന്നു. സാറിന്റെ കീഴിൽ ജോലി ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. സാറിന്റെ വിശ്രമ ജീവിതം വളരെ സന്തോഷപൂർവ്വം ആരോഗ്യത്തോടെ നയിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാറിനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you, Miss. Now, I would like to invite Mrs. Prajita Preman, the head of the Department of Language, for the felicitation. Miss, please. അഭിവന്ദ്യ മാത്യൂസ് മോർ അന്തിമോസ് തിരുമേനി, നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റെജി സാർ, സെന്റ് തോമസ് കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ VK യോയാക്കി സാർ, വൈദിക ട്രസ്റ്റി റവറൻ ഫാദർ സ്ലീബ വട്ടവേലിൽ കോർ എപ്പിസ്കോപ്പ, അൽമായ ട്രസ്റ്റി കമാൻഡർ ഷാജി ചൂണ്ടയിൽ, പാത്രിയാർക്ക സെന്ററിന്റെ മാനേജർ റവറൻ ഫാദർ വർഗീസ് തെക്കേക്കര കോർ എപ്പിസ്കോപ്പ, സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് പീറ്റർ കെ എലിയാസ്, കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ശ്രീ OC വർഗീസ്, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് മിസിസ് രേഖ KV, ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, പ്രിയ വിദ്യാർത്ഥികളെ, 2006 മുതൽ 2020 വരെ സെന്റ് തോമസ് കോളേജിനെ നയിച്ച വ്യക്തിയാണ് പ്രൊഫസർ VK യോയാക്കി സാർ. അന്നു മുതൽ സാറിന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗ സമയവും ചിലവഴിച്ചത് കോളേജിന് വേണ്ടിയായിരുന്നു എന്നതിന് സാക്ഷിയാണ് ഞാനും. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കോളേജ് കടന്നു പോയപ്പോഴും അവിടെയെല്ലാം പതറാതെ കോളേജിനെ മുന്നോട്ട് നയിച്ചത് സാറാണ് എന്നുള്ളത് നിസ്സംശയം പറയാം. 14 വർഷം ഒരു സെൽഫ് ഫൈനാൻസിങ് കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിരിക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. കോളേജിനെ ശൈശവത്തിൽ കൈപിടിച്ച് നടത്തിയതും ഇന്ന് നട്ടലോടുകൂടി കോളേജിന് നിവർന്നു നിൽക്കാൻ കഴിയുന്നതും ആ നേതൃത്വ ശേഷി കൊണ്ട് തന്നെയാണ് എന്ന് പറയാം. യോയാക്കി സാർ അദ്ദേഹത്തിന്റെ ചുമതല കൃത്യനിഷ്ഠതയോടെ ചെയ്യുന്നത് ഞങ്ങൾ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണാറ്. കൃത്യമായ സമയത്ത് കോളേജിൽ എത്തുകയും ഓഫീസ് വർക്കുകൾ വരെ ചെയ്യുകയും മാത്രമല്ല കോളേജ് ടൈം കഴിയുന്നത് വരെ ഇവിടെ ചെലവഴിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. സാറിന്റെ കുടുംബത്തെ പോലെ തന്നെ സാർ ഈ സ്ഥാപനത്തെ സ്നേഹിച്ചിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സാറിന്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഞങ്ങൾക്ക് ജോലിയിൽ ഒരു ടെൻഷനും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എത്രമാത്രം ടീച്ചേഴ്സ് അദ്ദേഹത്തെ ബഹുമാനിച്ചുവോ അത്രമാത്രം ഞങ്ങളെയും അദ്ദേഹം ബഹുമാനിച്ചിരുന്നു എന്നത് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. മേലധികാരി എന്നതിനപ്പുറം ഒരു സുഹൃത്തും രക്ഷാകർത്താവും കൂടിയായിരുന്നു സാർ ഞങ്ങൾക്ക്. ടീച്ചർ എന്ന നിലയിൽ ഏതു കാര്യവും എനിക്ക് ചെയ്യുവാൻ കഴിയും എന്ന ആത്മവിശ്വാസം സാറിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. ടീച്ചേഴ്സിന് എല്ലാവിധ സപ്പോർട്ടും അദ്ദേഹം നൽകിയിരുന്നു. സാറിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. അഭിമാനത്തോടെ എന്നും സാറിന് ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു പേരായിരിക്കും സെന്റ് തോമസ് കോളേജ്. എല്ലാ കൂടിച്ചേരലുകൾക്കും ഒരു വേർപാടുണ്ടായിരിക്കും എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് സാറിന് ആരോഗ്യം നേർന്നുകൊണ്ട് നിർത്തുന്നു. Thank you, Miss. With loads of happiness, I extend a warm welcome to the President of the function, His Grace Matthews Moore Antimos, Dr. Reggie MA, the Principal of the College, Mrs. Rekha KV, the Head of the Department of Commerce, to present memento to the former Principal VK Ioyaki Sir. I request Ioyaki Sir to come forward to receive the memento. Okay.
With lots of happiness, I extend a warm welcome to the President of the function, His Grace, Matthews Moore Antimos, Dr. Reggie M.A., the Principal of the College, Mrs. Rekha KV, the Head of the Department of Commerce, to present memento to the former Principal, V.K. Yoyaki, sir. I request Yoyaki, sir, to come forward to receive the memento. Thank you, everyone. Now, the chief guest of the day, the very loving Professor V.K. Yoyaki, sir, who is really an inspiration to us, to deliver a few words. Sir, please. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ അഭിമന്യ മാത്യൂസ് മോർ അന്തിമോസ് സഭയുടെ വൈദിക ട്രസ്റ്റി ഇപ്പോൾ ഇന്ത്യയിലും സജീവനായിരുന്ന സ്ലീബാ പോൾ വട്ടവേലി ബോർഡ് ഫാദർ കസൻ ദുരന്ത മാനേജർ ഫാദർ വർഗീസ് സെക്രട്ടറി സഭയുടെ ആത്മായ ട്രസ്റ്റി സി കെ ഷാജി പിള്ളൈ കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്റർ ഒ സി വർഗീസ 14 വർഷം എന്റെ സഹപ്രവർത്തകരായിരുന്ന ഇവിടുത്തെ അധ്യാപക സുഹൃത്തുക്കളെ PG അധ്യാപക വിഭാഗത്തിലുള്ള സ്റ്റാഫ് അംഗങ്ങളെ ഈ ഫംഗ്ഷൻ ശ്രദ്ധിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ പ്രിയ വിദ്യാർത്ഥികളെ എല്ലാവർക്കും നന്ദി സ്വാഗതം. ചടങ്ങിൽ സംബന്ധിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരം എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് പോലും വളരെ ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു ചടങ്ങാണ്. എന്റെ ജീവിതത്തില് ഇതിനൊന്നും യാത്രയൊക്കെയും ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ സ്ഥാപനത്തെക്കാളെല്ലാം എനിക്കൊരു കുറച്ചുകൂടി ഒരു കുടുംബ ബന്ധം തോന്നിയിട്ടുള്ളത് ഈ സെന്റ് തോമസ് കോളേജിലാണ്. ഇതുപോലെ വളരെ പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് 2 പ്രാവശ്യം ഈ ചടങ്ങ് മാറ്റിവെക്കുന്നത്. കുറച്ചുകൂടി നന്നായ ഒരു സദസ്സിൽ നടത്താൻ മാനേജ്മെന്റും കോളേജിലെ സ്റ്റാഫും പ്രിൻസിപ്പലും ഒക്കെ ശ്രദ്ധിച്ചിരുന്നു എന്ന് മനസ്സിലാക്കി. ഇതിപ്പോ ഞാനവിടുന്ന് വിരമിച്ച 4 മാസം കഴിഞ്ഞിട്ടാണ്. എങ്കിൽ പോലും മറക്കാതെ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച മാനേജ്മെന്റിനോട്, അത് ഭംഗിയായി ഓർഗനൈസ് ചെയ്ത ഇവിടുത്തെ പ്രിൻസിപ്പലിനോട്, സ്റ്റാഫുകളോട് എല്ലാവരും ആദ്യമായി ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. 1974 കോളേജ് അധ്യാപകവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം തുടങ്ങാൻ ഭാഗ്യം സിദ്ധിച്ച്
46 വർഷത്തോളം ഈ രംഗത്ത് പ്രവർത്തിക്കാൻ ദൈവം അനുഗ്രഹിച്ച ഒരു ഭാഗ്യവാനാണ് ഞാൻ. ഏറ്റവും നോബിളായിട്ടുള്ള തൊഴിലായിരുന്നു എന്നോട് ചോദിച്ചാൽ ഈ സാധനം ഞാൻ പറയും ഒരു അധ്യാപകന്റെ. അധ്യാപകന് ശമ്പളമില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അധ്യാപകൻ ധനികനാണെങ്കിലും ശിഷ്യസമ്പത്തിന്റെ ഉടമയാണ്. അതുകൊണ്ട് തന്നെ ഒരു അധ്യാപകനായിരിക്കാൻ സാധിച്ചതിനുള്ള ഭാഗ്യം ഞാൻ ജഗദീശ്വരനെ അക്കാര്യത്തിൽ ചിന്തിക്കുകയാണ്. 2006 ഞാൻ എടത്തല അല്ലമ്മൻ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ വേറെ ഒരു കോളേജിൽ എനിക്കൊരു അപ്പോയിന്റ്മെന്റ് കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കോളേജ് ഉള്ളത് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടനെ ഞാൻ നേരിട്ട് വന്ന് അന്വേഷിച്ചു. 2006 അധ്യയനം ആരംഭിച്ച് തന്നെ ഇവിടെ ജോലി ചെയ്യുകയും ചെയ്തു. ഈ കോളേജ് തുടങ്ങിയത് അത് ഇപ്പോൾ ഇവിടെ ഉള്ള കുറച്ച് സ്റ്റാഫുകൾക്ക് അധ്യാപകരില് ബഹുമാനപ്പെട്ട രേഖ ടീച്ചർ, രീത ടീച്ചർ ഇവർക്കൊക്കെയാണെങ്കിൽ ആരംഭത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകും. ഈ ബിൽഡിംഗ് ഇരിക്കുന്ന സ്ഥലത്ത് പത്രികാ സെന്റർ തുടങ്ങാൻ വേണ്ടി ഭഗവാനിൽ വേണ്ടി സ്ഥാപിച്ച ഒരു പഴയ കെട്ടിടമാണ്. കെട്ടിടം എന്ന് പറഞ്ഞാൽ ഒരു ഹോളാണ് ഇതിന് പ്രധാനമായിട്ടുള്ളത്. അതിന് 2 മുറികളുണ്ട്. ഒരു മുറി 2-3 പേർക്ക് ഇരിക്കാവുന്ന ഒരു മുറിയും മറ്റൊരു മുറി അത്യാവശ്യം ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഹോളാണ്. അതിലാണ് ഞങ്ങൾ ക്ലാസ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു വർഷം അതിവിടെ ക്ലാസ് നടന്നു. 2007 ആയപ്പോഴേക്കും പത്രികാ സെന്ററിന്റെ സെക്കൻഡ് ഫ്ലോർ നമ്മള് സൗകര്യപ്പെടുത്തി ഞാനത് മാനേജ്മെന്റിനോട് ആവശ്യപ്പെടുകയും ഇവിടെ രണ്ടാമത്തെ വിടുന്നു. അങ്ങനെ അവിടെ സൗകര്യപ്പെടുത്തി രാത്രിയും പകലും പണിയെടുത്ത് അവിടെ സൗകര്യപ്പെടുത്തി 1 ഇഞ്ച് വാവലിന്റെ കാഷ്ടം ഉണ്ടായിരുന്നു. അതിന് മുകളിലൊക്കെ ക്ലീൻ ചെയ്ത് ഒരു കോളേജ് അന്തരീക്ഷമാക്കിയെടുക്കാൻ കുറെ പരിശ്രമം മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 2007 മുതൽ ഒരു കെട്ടിടങ്ങളിലേക്കാവുന്ന ഒരു പ്രദേശത്തിൽ ഈ കോളേജിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ആരംഭകാലം മുതൽ തന്നെ എനിക്ക് എന്നോടുള്ള സ്നേഹമുണ്ടാവാം, വിശ്വാസമുണ്ടാവാം, വളരെയധികം പൂർണ്ണമായ ഒരു സപ്പോർട്ട്, ഒരു ഓപ്പൺ ഹാൻഡ്, ഒരു ഫ്രീ ഒരു ചെക്ക് ഇതിന് തന്നു. കോളേജിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഞാൻ എല്ലാ അഭിപ്രായങ്ങളും മാനേജ്മെന്റിനോട് ചോദിക്കുന്നത് അത് സാറ് സൗകര്യം പോലെ ചെയ്തുകൊണ്ടു എന്നൊരു ഗ്രീൻ സിഗ്നലാണ് എനിക്ക് എപ്പോഴും തന്നത്. അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ പൂർണ്ണമായ സംതൃപ്തി ഉണ്ടെന്ന് അവകാശപ്പെടുന്നില്ല. എങ്കിലും കുറെ ചാരിതാർത്ഥ്യം ഉള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ചെയ്യാൻ സാധിച്ചില്ല. അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 2007 ഈ കോളേജ് പ്രവർത്തനം തുടങ്ങി. അത് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് ആവശ്യമായിരുന്നു ഒരു കോഴ്സ് മാത്രമേ ഉള്ളൂ. 2010 നമ്മൾ BCA BA തുടങ്ങും. 2 വർഷം കഴിഞ്ഞപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കാൻ തുടങ്ങി. നമ്മൾ MSc കമ്പ്യൂട്ടർ സയൻസും BSc കമ്പ്യൂട്ടർ സയൻസും MSc മാത്തമാറ്റിക്സും അപ്ലൈ ചെയ്ത് കിട്ടി. അതിൽ BSc കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ 3 വർഷം ഓടിച്ചു. പിള്ളേരുടെ കൊണ്ടുവന്ന മറ്റു 2 പ്രസ്റ്റീജിയസ് കോഴ്സായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തതാണ് MSc മാത്തമാറ്റിക്സും MSc കമ്പ്യൂട്ടർ സയൻസ്. അതിൽ നിന്ന് നമുക്ക് നിർബന്ധിതം ഡിസ്കണ്ടിന്യൂ ചെയ്തു. പുതിയ കോഴ്സുകളുടെ കാര്യത്തിലാണെങ്കിലും മാനേജ്മെന്റ് പൂർണ്ണമായ ഒരു സപ്പോർട്ട് എനിക്ക് തന്നതുകൊണ്ട് അതാത് സമയത്ത് നല്ലതെന്ന് തോന്നിയ കോഴ്സുകൾ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. BCA ആഡ് ചെയ്തു, BBA ആഡ് ചെയ്തു, അത് കഴിഞ്ഞ് MBA ആഡ് ചെയ്തു, BCom ടാക്സേഷൻ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മാത്രമാണ്. അപ്പൊ അങ്ങനെയൊക്കെ കോളേജ് പ്രവർത്തിച്ചു വരുന്നു. കോളേജിൽ ഒരു ലാബ് വേണം, ഒരു ലൈബ്രറി വേണം. നമ്മൾ അവിടെ തന്നെ തട്ടിക്കൂട്ടി അടിച്ചുണ്ടാക്കിയ ഒരു ലൈബ്രറി എന്ന് എഴുതി വെച്ചു. അതുകൊണ്ടാണ് ലൈബ്രറിയാണ്. ഫോട്ടോഗ്രാഫർ ഹൈറ്റിയൊക്കെ പഠിക്കുന്നുണ്ട് അവസ്ഥയാണ്.
വേറൊരു മുറി നമ്മൾ കമ്പ്യൂട്ടർ ലാബ്, അതിനകത്ത് കുറച്ച് സിസ്റ്റം ഒക്കെ മേടിച്ച് കമ്പ്യൂട്ടറുമായിട്ട് യൂണിവേഴ്സിറ്റിയിലെ എല്ലാ വർഷവും യൂണിവേഴ്സിറ്റിയുടെ ഇൻസ്പെക്ഷൻ വരുന്നുണ്ട്. ഈ വരുന്ന ഇൻസ്പെക്ഷൻ വരുന്ന ആൾക്കാർക്ക് തൃപ്തികരമായില്ലെങ്കിൽ നമ്മൾ എന്തിനാണോ വിധിക്കുന്നത് നടത്തില്ല, കോഴ്സ് കിട്ടാനാണെങ്കിൽ നടത്തില്ല. വരുന്നവർ ചിലത് ഭയങ്കര അവർക്ക് ലൈബ്രറി കാണണം, ലാബ് കാണണം. ഞാൻ കാണിക്കാതിരിക്കാൻ ശ്രമിക്കും, കാരണം കാണിച്ചാൽ കാര്യം നടത്തില്ല. ഒരു ചെറിയ മുറി, ഇത്രയുള്ള ഒരു മുറി ലൈബ്രറി ആയിട്ടും അതിന് ചെറിയ ഒരു മുറി കമ്പ്യൂട്ടർ ലാബായിട്ടൊക്കെ നമ്മൾ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ഏതായാലും മാനേജ്മെന്റിന്റെ പൂർണ്ണമായ സപ്പോർട്ടിലാണ് പിന്നീട് കെട്ടിടം പണിയാൻ ആരംഭിക്കുകയാണ്. അതിന്റെ പണി കുറച്ച് സാവകാശത്തിലൊക്കെ ആണെങ്കിലും ഇരുന്ന് കുറെ നാള് ഈ കോളേജിന്റെ കുറെ നാൾ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവണതയിലൊക്കെയായിരുന്നു. അതിന്റെ അക്കൗണ്ട്സ് ഇപ്പോൾ കൃത്യമായി ഈ സിസ്റ്റത്തിലാണ്. ഇപ്പോൾ പഴയ വൈസാർ പറയാനുള്ള കൃത്യമായി അക്കൗണ്ട് കിട്ടിയിട്ടില്ല, കൺസ്ട്രക്ഷൻ അതും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ കോളേജിന് നല്ലൊരു കെട്ടിടം ഉണ്ടായി. മാനേജ്മെന്റിന്റെ നിരന്തരമായ പ്രോത്സാഹനം നമ്മൾ കുറേയൊക്കെ ചോദിച്ചു വാങ്ങുകയും കുറെ സ്വന്തമായി കിട്ടുകയും ഒക്കെ ചെയ്തു. ഇപ്പോ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു രീതിയിൽ ഈ സ്ഥാപനം ആയിട്ടുണ്ട്. എല്ലാം പ്രശ്നത്താൽ ഞാൻ പറയില്ല, നല്ലൊരു ലൈബ്രറി നമുക്കുണ്ട്. ഇൻസ്പെക്ഷൻ വരുമ്പോൾ അവരെപ്പോഴും സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു ലൈബ്രറി. ഏതാണ്ട് ഞാൻ ഓർക്കുന്നെങ്കിൽ 3500 ബുക്സിപ്പുണ്ടായി. അത് മോശമല്ലാത്തൊരു ലൈബ്രറി. 80 സിസ്റ്റം ഉള്ള ഒരു കമ്പ്യൂട്ടറാണ്. ഇത് രണ്ടും എന്നും ഇൻസ്പെക്ഷൻ വരുന്ന അവരുടെ റിസർച്ച് പിടിച്ചിരിക്കുന്നു. അപ്പൊ ഇപ്പൊ നമുക്ക് ഏറെക്കുറെ ഒരു കോളേജ് എന്ന് പറയാവുന്ന ഒരു സാഹചര്യത്തിൽ ഇതിന് സാധിച്ചത് സൂചിപ്പിച്ചല്ലോ, ദൈവാനുഗ്രഹത്തോടൊപ്പം മാനേജ്മെന്റ് ഇതിൽ സ്വീകാര്യം തന്നിട്ടുണ്ട്. എന്റെ സഹപ്രവർത്തകർ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം അത്രയും നല്ല ഒരു റാപ്പോർട്ട് അതൊരിക്കലും ഔദ്യോഗികത വിട്ടുപോകാനോ കോളേജിന്റെ നല്ല പ്രവർത്തനങ്ങളെ ബാധിക്കാനോ ഇടവരാത്തപ്പോൾ നല്ലൊരു റാപ്പോർട്ട് എനിക്കത് അതിനെ ഏറ്റവും സഹകരണം നൽകിയിട്ടുണ്ട്. ഞാൻ അവർക്ക് ഇന്നലെ കഴിയുന്ന പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെ കോളേജ് കാണുവാണ്. ഇപ്പോ ഞാൻ 2020 വരെ ഇവിടെ തുടർന്നു. ആരോഗ്യപരമായ കാരണങ്ങളാലും ഒക്കെ എനിക്ക് വിരമിക്കണമെന്ന് തോന്നി. ഞാൻ വിരമിച്ചു. റെജി സാർ കഴിഞ്ഞ 2 സെന്റ് ജേംസ് കോളേജിന്റെ പ്രിൻസിപ്പലായിരിക്കുന്ന കാലം കൊണ്ട് ഞാൻ ആ കോളേജിന്റെ ഒരു ജനറൽ ബോഡി മെമ്പറാണ്, വല്ലപ്പോഴേ പോകാറുള്ളൂ. പക്ഷേ റെജി സാറിന്റെ കോളേജിന്റെ പ്രിൻസിപ്പലായിരുന്ന കാലം മുതലാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അതിനൊന്നും റെജി സാർക്ക് അറിയില്ല. എന്റെ മകനെ പഠിപ്പിച്ചിട്ടുണ്ട്. റെജി സാർ തന്നെ പറയാമെന്ന് ഇനി പോലും എനിക്ക് ഞങ്ങൾ പരിചയപ്പെട്ടത് സാർ സെന്റ് ജേംസ് കോളേജിന്റെ പ്രിൻസിപ്പലായിരിക്കില്ല. അപ്പൊ ഞാനൊന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ അങ്ങോട്ട് പോകുന്നത് അങ്ങനെയൊക്കെയാണ്. ഏതായാലും റെജി സാറിനെ ഇവിടെ ലഭിച്ചത് വളരെ ഒരു ഭാഗ്യമാണ്. ഈ കോളേജില് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്റ്റാഫ് ലേഡി സ്റ്റാഫാണ്. സൂചിപ്പിച്ചതുപോലെ മെയിൻ സ്റ്റാഫ് ഇല്ല. ഒരാൾ അന്തസാറുള്ള പുതിയ തീരെ പ്രായമുള്ളതാണ് പോവുക. അപ്പോ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. ഒരു NSS ആദ്യ NSS സെന്റ് ഫ്രാൻസിസ് കോളേജിൽ കൊടുത്തിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കൊടുത്തു. NSS എനിക്ക് ഒരു വലിയ സ്വപ്നമായി. അതിനുവേണ്ടി ശ്രമിച്ചപ്പോഴാണ് അതിന് സ്പെഷ്യൽ ക്യാമ്പ് നടത്തണം. അതിന്റെയൊക്കെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അത്യാധുനികമായി നടന്നപ്പോൾ അതിന് കുറെ പരിഗണന കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് ഫെയിലാക്കിയിട്ടുണ്ട്. സെന്റ് ഫ്രാൻസിസ് കോളേജിലെ NSS യൂണിറ്റിന് ഫെയിലാണ്. കോളേജിന്റെ ആരംഭഘട്ടമേ മാറി. റെജി സാറിന്റെ പ്രാധാന്യം കൊണ്ട് ഇത് വളരെയധികം വളർത്താൻ സാധിക്കും എന്നെനിക്ക് നല്ല വിശ്വാസം. നാക് അക്രഡിറ്റേഷൻ ഇപ്പോൾ നമുക്ക് ചിന്തിക്കാം. UFI
പണ്ട് എളുപ്പമായിരുന്നില്ല, ഇപ്പൊ കുറെ കൂടി എളുപ്പമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സാറിന്റെ നേതൃത്വത്തിൽ അത് നേടും. സാറ് ഒരു ഗൈഡാണ്, ഒരു റിസർച്ച് സ്ഥാപനമായിട്ട് ഈ ഡിപ്പാർട്ട്മെന്റ് വളരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥാപനത്തില് നമ്മളെ ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ, നമ്മൾ ജീവിക്കുന്ന സമൂഹം നല്ല ചെടികളില് പുഴുക്കളുണ്ട് എന്ന് പറയുന്ന പോലെ മനുഷ്യബന്ധങ്ങൾ ചില കീടപ്രവർത്തനങ്ങൾ കൊണ്ട് പുഴുക്കുള്ള കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഇപ്പൊ നമ്മളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ പോകാനും അതിൻ്റെ അകത്ത് ഒരു ഭ്രമം വരാതിരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കോളേജ് ഇതില് ഒരുപാട് കാര്യം എന്നെ കുറിച്ച് പ്രശംസിച്ച് പറഞ്ഞ പോലെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ലെങ്കിൽ എന്റെ ഒരു കയ്യൊപ്പ ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഉള്ളവരുള്ളത്തോളം അത് സ്മരിക്കപ്പെടും എന്നാണ് എന്റെ വിശ്വാസം. മാത്രമല്ല ഈ കോളേജിൽ എന്നും ഞാൻ എന്റെ മനസ്സോട് സാർ വിളിക്കാറുണ്ട്, ഞാൻ സാറിനെ വിളിക്കാറുണ്ട്. എന്താ എന്നെ കൊണ്ട് ചെയ്യാവുന്ന എന്താണെങ്കിലും ഞാൻ ഇപ്പോഴും നമ്മുടെ കോളേജിൽ നിന്ന് വിളിക്കും. എന്റെ പഴയ കോളേജിൽ നിന്ന് ഉള്ളതിനേക്കാൾ വിട്ടാൽ നമ്മുടെ കോളേജിൽ നിന്ന് അപ്പോ എന്താ എന്നെ കൊണ്ട് ചെയ്യാവുന്നതുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാവുന്നതുണ്ടെങ്കിൽ അത് ചെയ്യാറുണ്ട്. എല്ലാ വിധത്തിലുള്ള സഹായവും എനിക്ക് പറ്റുമെങ്കിൽ കൂടി എന്റെ സഹപ്രവർത്തകരാണ് നന്ദി പറയുക. ഈ കോളേജിൽ നിന്ന് ഡിസിപ്ലിൻ ഷാജിയും ശ്രീനിവാസനൊക്കെ വിളിക്കാൻ വരുമ്പോൾ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുള്ള കാലഘട്ടമുണ്ട്. 2006 കോളേജ് തുടങ്ങുമ്പോൾ 5-6 വർഷം ആ കോളേജ് പ്രവർത്തിച്ചിട്ട് ഭാവാതിരുമേക്ക് ഒരു ഉത്തരവാദിത്തമായിട്ടില്ല. അന്നത്തെ കുട്ടികൾ ഒരുപാട് മാറി. ഓരോ വർഷം കഴിക്കുമ്പോൾ കുട്ടികൾ മാറ്റം എപ്പോഴും വഹിക്കാനുണ്ട്, മോശമായതാണുണ്ട്. അപ്പൊ അങ്ങനെ ഒരു 4 വർഷം മുമ്പ് എറണാകുളം മാർക്കറ്റില് ശരിക്കും പറഞ്ഞാൽ കാന്ത സംസ്കാരമുള്ള തമിഴ് വളരുന്ന കുറച്ച് കുട്ടികൾ ഇവിടെ താഴെയുണ്ടെന്ന് എങ്ങനെയൊക്കെയോ അവർ അത്ഭുതമാണ്. അവരെ കൊണ്ട് പോലി കുട്ടി പോയി എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ മദ്യമാണ്, ലഹരി, ഇതെല്ലാം ഉണ്ടായിട്ടില്ല. ഇപ്പൊ അതെല്ലാം ഏറെക്കുറെ മാറികളുള്ള സാഹചര്യമാണ്. ഇനിയിപ്പോ പിള്ളേരെ അന്തരീക്ഷമായിരിക്കും വിചാരിക്കും സാറത് ഭംഗിയായി മാറുകയും. അപ്പോ എനിക്ക് തന്ന എല്ലാ നല്ല വാക്കുകൾക്കും എല്ലാ സ്നേഹസ്മരണയ്ക്കും ഞാൻ നന്ദി പറയുന്നു. ഈ കോളേജിന്റെ നല്ല ഭാവി എന്നും എന്റെ മനസ്സിലുണ്ടാകും. അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Thank you, sir. Sir, we are grateful to you for accepting our invitation and marking your presence here. ഈ ഫെയർവെൽ മീറ്റിംഗിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. Now I welcome Mrs. Suchitra Shankar, Assistant Professor, Department of Computer Science, to express vote of thanks. Miss, please. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റെജി സർ, വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ PK യോയാക്കി സർ, മാനേജ്മെന്റ് ഭാരവാഹികളെ, ക്ഷണിക്കപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, പൂർവ്വ വിദ്യാർത്ഥികളെ. നമ്മുടെ കോളേജ് 2006 അതിന്റെ പ്രവർത്തനം ആരംഭിച്ചതു മുതൽ 14 നീണ്ട വർഷങ്ങൾ പ്രിൻസിപ്പലായി സേവനം അനുഷ്ഠിച്ച് 2020 വിരമിച്ച നമ്മുടെയൊക്കെ പ്രിയങ്കരനായ പ്രൊഫസർ VK യോയാക്കി സാറിന് ഔദ്യോഗിക യാത്രയയപ്പ് നൽകുന്ന ഈ ചടങ്ങിൽ കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ന് എന്റെ കർത്തവ്യം. ആദ്യമായി നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഈ യോഗത്തിൽ വരികയും അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച് സംസാരിക്കുകയും ചെയ്ത ആദരണീയനായ മാത്യൂസ് മോർ അന്തിമോസ് തിരുമേനിക്ക് എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിച്ചു കൊടുക്കുന്നു. അടുത്തതായി ഇപ്പോൾ നമ്മുടെ കോളേജിലെ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ റെജി സാറിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്നത്തെ വിശിഷ്ട അതിഥി കോളേജിന്റെ മുൻ പ്രിൻസിപ്പലായിരുന്ന ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട പ്രൊഫസർ VK യോയാക്കി സാറാണ്.
ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നുള്ളത് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് സാറിന്റെ പ്രസരിപ്പും ചുരുളും ഒക്കെ കാണുമ്പോഴാണ്. കോളേജിലെ പ്ലേസ്മെന്റ് ഓഫീസർ എന്നുള്ള നിലയിൽ എനിക്ക് സാറിന്റെ സപ്പോർട്ട് എൻകറേജ്മെന്റ് എപ്പോഴും കിട്ടിയിട്ടുണ്ട്. പ്ലേസ്മെന്റ് സെൽ തുടങ്ങിയതും സാറിന്റെ ഒരു വിഷൻ എന്ന് തന്നെ പറയാം. 2015 നമ്മളുടെ ഇവിടെ പ്ലേസ്മെന്റ് സെൽ തുടങ്ങുന്നത്. അപ്പൊ അതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സാറിന്റെ എൻകറേജ്മെന്റ് കോപ്പറേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. താങ്ക് യു ഫോർ ദാറ്റ് സർ. പിന്നെ നീണ്ട 14 വർഷം ഈ കോളേജിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി മുന്നിൽ നിന്ന് ഞങ്ങളെല്ലാം നല്ലൊരു ഗൈഡൻസ് തന്ന് മുന്നോട്ട് നയിച്ച യോയാക്കി സാറിന് എന്റെ സ്വന്തം പേരിലും കോളേജിന്റെ പേരിലും ഈ യോഗത്തിലുള്ള എല്ലാവരുടെ പേരിലും നന്ദി അർപ്പിക്കുന്നു. ഇതോടൊപ്പം ഇനിയുള്ള വിശ്രമ ജീവിതം ആരോഗ്യപൂർണവും സന്തോഷകരമാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അടുത്തതായി കോളേജിന്റെ മാനേജ്മെന്റ് ഭാരവാഹികളായ വൈദിക ട്രസ്റ്റി റവറൻ ഫാദർ സ്ലീബ പോൾ വട്ടവേലിൽ, അൽമായ ട്രസ്റ്റി കമാൻഡർ ഷാജി ചുണ്ടയിൽ, സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് പീറ്റർ കെ എലിയാസ്, കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഒ സി വർഗീസ്, മറ്റ് ഭാരവാഹികള് എല്ലാവർക്കും സംസാരിച്ച എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ യോഗത്തിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്ത എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ യോയാക്കി സാറിന് ആശംസ നേർന്ന് സംസാരിച്ച കൊമേഴ്സ് HOD രേഖ മിസ്, മലയാളം HOD പ്രജിത മിസ്, ഇവർക്ക് രണ്ടുപേർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാ സഹപ്രവർത്തകർക്കും ഒപ്പം ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥിനികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. ഇതോടെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. Thank you, Miss. Here comes the end of the meeting. We are really thankful to you all for taking the time out of your busy schedule to attend the function. Thank you. Thank you so much.